ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ടോ? എവിടെയായിരിക്കും കൂടിക്കാഴ്ച നടക്കുക? മാത്രമല്ല മറ്റാരൊക്കെയായിരിക്കും കൂടിക്കാഴ്ചയിൽ മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കെടുക്കുക? ആ കൂടിക്കാഴ്ചയെ എത്രത്തോളം പ്രതീക്ഷയോടെ ലോകം കാണുന്നു? ഇതിന് തീർച്ചയായിട്ടും വളരെ നിർണായകം തന്നെയാണ് ഈ മാസം 29-ന് വൈറ്റ് ഹൗസിൽ നടക്കുന്ന കൂടിക്കാഴ്ച. അതിനുവേണ്ടി നെതന്യാഹു പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് വിവിധ സുരക്ഷാ വിഭാഗങ്ങളുമായിട്ടുള്ള കൂടിയാലോചനകൾ ഇസ്രായേലിൽ പുരോഗമിക്കുന്നതായിട്ടാണ് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ അന്തർദേശീയ സ്വഭാവത്തിലുള്ള ഒരു സേനാ വിന്യാസത്തിന്റെ മുന്നോടിയായി ഒരു ഭരണ സംവിധാനം ഗസയിൽ വരേണ്ടതുണ്ട്. കാരണം ഗസയിൽ ഹമാസിന്റെ തന്നെ ഒരു ഭരണം തുടരുന്ന സാഹചര്യത്തിൽ ഒരു നിലയ്ക്കും രണ്ടാം ഘട്ട ചർച്ചകൾക്ക് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു പുതിയ ഒരു ഭരണ സംവിധാനം, ഇടക്കാല ഭരണസമിതി രൂപവൽക്കരിക്കാനുള്ള 20-ന് ട്രംപിന്റെ ആ പദ്ധതിയിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുന്നത്. നേരത്തെയൊക്കെയും അമേരിക്കയും വ്യക്തമാക്കിയത് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും ഇത്തരമൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുക എന്നായിരുന്നു. പക്ഷേ ടോണി ബ്ലെയർ ഈ ഒരു ഭരണ സംവിധാനത്തിൽ വരുന്നതിനോട് അറബ് മുസ്ലിം രാജ്യങ്ങൾ പൊതുവെ തന്നെ വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ 2003-ൽ നടന്ന ഇറാഖിലുള്ള അമേരിക്കൻ അധിനിവേശത്തിന്റെ ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും സൈന്യത്തെ അയച്ചു കൊടുക്കാനും അത്തരമൊരു ആക്രമണത്തിന് മുന്നിൽ നിന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ടോണി ബ്ലെയർ ഒരു നിലയ്ക്കും തന്നെ ഈ ഗസയിലെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തോട് തങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് അറബ് ലീഗും അതോടൊപ്പം തന്നെ OIC രാജ്യങ്ങളും വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഇന്നിപ്പം ലണ്ടനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഫിനാൻഷ്യൽ ടൈംസ് ആണ് ടോണി ബ്ലെയർ ഈ ഒരു നീക്കത്തിൽ നിന്ന് പിൻവാങ്ങുന്നതായ റിപ്പോർട്ടുകൾ വളരെ പ്രാധാന്യപൂർവ്വം തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഔദ്യോഗികമായിട്ടുള്ള വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ടോണി ബ്ലെയർ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ പകരം ആരെയായിരിക്കും അമേരിക്കയും ഇസ്രായേലും നിർദ്ദേശിക്കുക എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഹമാസ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഫലസ്തീനികളുടേതായിട്ടുള്ള ഫലസ്തീൻ ഡെമോക്രാറ്റുകളും മറ്റും ഉൾപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ് വേണ്ടത്. പുറമെ നിന്നുള്ള ആളുകൾ അത്തരമൊരു ഭരണ സംവിധാനത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ വളരെ കണിശമായി തന്നെ ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതും ഈ 29-ന് നടക്കുന്ന ട്രംപും അതോടൊപ്പം തന്നെ നെതന്യാഹുവും തമ്മിലുള്ള ചർച്ചയിൽ നിർണായകമായിരിക്കും. ഗസയുടെ പുനർനിർമ്മാണം, ഹമാസ് ഇല്ലാതെ ഒരു പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കൽ, ഇതിൽ അറബ് രാജ്യങ്ങളുടെ നിലപാട് എന്താണ്? നേരത്തെ തന്നെ നമുക്കറിയാം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും അത് ആവർത്തിക്കുകയും നിരവധി ആളുകൾക്ക് വീണ്ടും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തിരുന്നു. അവിടെ ഒരു ട്രസ്റ്റ് ബ്രേക്ക് വന്നു എന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 2 നീക്കങ്ങളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ കടക്കുന്നത്. അതിൽ അറബ് രാജ്യങ്ങൾ എന്ത് നിലപാടിലാണ്? എത്രത്തോളം വിശ്വാസ്യതയാണ്? തന്നെ ഇതിൽ നേരത്തെ നടന്ന പല ചർച്ചകളിലും ഹമാസ് നേതൃത്വം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഭരണം തങ്ങൾക്കൊരു വലിയ അജണ്ടയായി കാണുന്നില്ല. ഭരണം ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അറബ് മുസ്ലിം രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഗസയുടെ ഭരണം ഉപേക്ഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് അറിയിച്ചതാണ്. അക്കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പക്ഷെ പകരം ആര് വരുന്നു, ആരിലേക്ക് ഈ ഭരണം നീങ്ങും എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഫലസ്തീനികളല്ലാത്ത ഭരണ സംവിധാനത്തെയും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുകൂടി ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറബ് മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പലസ്തീനികളുടേതായിട്ടുള്ള ഒരു ഭരണക്രമം തന്നെ അവിടെ വരണം. അതിന് ഫതഹ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ വരുന്നതിനോടും ഹമാസിന് എതിർപ്പില്ല. പിന്നെ രണ്ടാമത് തന്നെ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വരും. പക്ഷെ അതൊക്കെയും ഒരു ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം സാധ്യമാകുന്ന ഒരവസ്ഥയിൽ അത്തരമൊരു സംവിധാനത്തിലേക്ക് തങ്ങളുടെ ആയുധങ്ങൾ കൈമാറാനും പൂർണ്ണമായിട്ടുള്ള നിരായുധീകരണം നേരിടാനും തങ്ങൾ ഒരുക്കമാണ് എന്ന് തുടക്കത്തിൽ തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. പുതിയ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിനുള്ളൊരു സാധ്യത കൂടി ഹമാസിന് തീർച്ചയായിട്ടും അവർ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതർത്ഥത്തിലുള്ള കാര്യങ്ങളും നിരായുധീകരണം ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യാൻ തങ്ങൾ സന്നദ്ധമാണെന്നൊക്കെ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി വെടിനിർത്തൽ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല. അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഉറപ്പ് തങ്ങൾക്ക് ലഭിക്കണം. അതോടൊപ്പം തന്നെ അന്തർദേശീയ സൈന്യത്തെ വിന്യസിക്കുന്നതിനോടും തത്വത്തിൽ ഒരു യോജിപ്പുണ്ട്. പക്ഷെ ആ സൈന്യത്തിന്റെ ഘടകം എന്തായിരിക്കണം? അത് അതിർത്തിയിൽ മാത്രം ആ സൈന്യം നിലയുറപ്പിക്കണം. ദൈനംദിന കാര്യങ്ങളിൽ
ഗസയിൽ ആ സൈന്യത്തിന് ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല. ഖത്തറിന്റെയും തുർക്കിയുടെയും സൈനികർ അതിൽ വേണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഖത്തറിന്റെയും തുർക്കിയുടെയും സൈന്യം ഈ അന്തർദേശീയ സൈന്യത്തിൽ ഉണ്ടാകരുത് എന്ന ഒരു പിടിവാശിയിലാണ് ഇസ്രായേൽ നേതൃത്വം ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം അങ്ങനെ ഒരു സൈന്യം ഉണ്ട് എങ്കിൽ അത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് മാറുമെന്നാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള സ്മോട്രിക് ഉൾപ്പെടെയുള്ളവരും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആശയപരമായിട്ടുള്ള ഭിന്നത വളരെ വലുതാണ്. അത് എത്ര കണ്ട് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട ആശയവിനിമയത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 29-ന് വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയ്ക്ക് മുന്നോടിയായി അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയിൽ എത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നതും. ഈ ടോണി ബ്ലെയറിന്റെ കാര്യത്തിൽ ആ പിന്മാറ്റം നല്ലതാകില്ലേ? കാരണം ടോണി ബ്ലെയറിനെ എങ്ങനെ അംഗീകരിക്കുമെന്നാണ്, ബ്രിട്ടൻ ചെയ്തത് എന്താണെന്നൊക്കെയുള്ളത് അറിയാവുന്ന കാര്യമാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഹമാസ് അതിനോട് പ്രതികരിക്കുക? ടോണി ബ്ലെയറിന് പിന്മാറേണ്ട സാഹചര്യമായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ആരെ ഏറ്റെടുക്കുമെന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് ഇപ്പം ഫതഹ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ ഒരു ഭരണക്രമം വരുന്നതിനോട് ഹമാസിന് എതിർപ്പ് ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ ഫലസ്തീനികളല്ലാതെ പുറമെ നിന്ന് കെട്ടിയേൽപ്പിക്കുന്ന ഒരു പാവ സർക്കാരിനെ വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി അത്തരമൊരു സർക്കാർ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ അതിശക്തമായി തന്നെ ചെറുക്കും. അതുകൊണ്ട് തന്നെ തുടർ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തിൽ തങ്ങൾക്ക് നിർണിതമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളെ ഹമാസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ഈ ഒരു തുറന്ന ഒരു ചർച്ചാ സന്നദ്ധതയെ നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മധ്യസ്ഥ രാജ്യങ്ങൾക്കും സാധ്യതയില്ല. അതുകൊണ്ട് തുർക്കിയും ഈജിപ്തും ഖത്തറും തങ്ങളുടേതായിട്ടുള്ള ഈ നിലപാട് അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും തമ്മിൽ വരും ചർച്ച നടക്കും. അതിലൂടെ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത രൂപപ്പെടുമെന്നൊരു പ്രതീക്ഷയാണ് ഏറ്റവും അവസാനവും ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും പങ്കുവെക്കുന്നത്.